സൂപ്പായിട്ട് കുടിക്കാൻ പറ്റുമോ? അതെ അതെ, സൂപ്പായിട്ട് കുടിക്കാം. പിന്നെ നമുക്ക് ഒരു ലെമൺ ജ്യൂസ് അതിനകത്തേക്ക് ഒഴിക്കാം. ലെമൺ ഒഴിക്കുമ്പോൾ ഈ കുരു വീഴാതെ ശ്രദ്ധിക്കണം. കാരണം കുരു വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. ഇത് നമ്മൾ ഒഴിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു അരി സ്റ്റിക്കി ആയിട്ടുള്ള അരികൾ ഉണ്ടാവുമല്ലോ, ചില അരികൾ, ആ ഒരു ഇത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ. ഇനി നമുക്കിത് മൂടിയാക്കാം. നമുക്കിത് തിളച്ച് വരുമ്പോഴത്തേന് നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മിക്സ് ചെയ്ത് വെച്ച ബീഫ്. പിന്നെ എന്തൊക്കെയാണ് നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ? അതായത് നോയമ്പൊക്കെ പിടിച്ച് പുതിയ ഡ്രസ്സ് ഇട്ട് ഈദ്ഗാഹിൽ പോവാം. അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് വന്ന് ഫാമിലിയൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാം. ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്കതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. നെയ്യിൻ്റെ കൂടെ തന്നെ എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിക്കാം. ഇതിപ്പോൾ ഏതരിയാണ് യൂസ് ചെയ്തേക്കുന്നത്? ഇത് നമ്മൾ ജീരകശാല റൈസാണ് എടുത്തേക്കുന്നത്. എപ്പോഴും നമ്മൾ ദം ബിരിയാണിക്കൊക്കെ ചെറിയ ഒരു റൈസ് എടുക്കണതായിരിക്കുമല്ലോ നല്ലത്. കുഴിമന്തി പോലുള്ളതിനൊക്കെയാണ് നമ്മൾ ഒരു വലിയൊരു നീളമുള്ള ചെയ്യുന്നത്. നമുക്കിതിനകത്തേക്ക് കുറച്ച് പൊട്ടി തെറിക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. നന്നായിട്ട് ആ ഒരു പച്ച ഫ്ലേവർ പോകുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ മെയിൻ പൊട്ടൻ ബീഫിനെ നമ്മൾ തവ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നു. ഫ്ലെയിം കൂട്ടി വെക്കാം. ഇതിൻ്റെ മണമൊക്കെ അടിച്ചിട്ട് എനിക്കിങ്ങനെ വായന്നിങ്ങനെ വെള്ളം വരുന്നുണ്ട്. കാരണം ഞാൻ കുറേ നേരം ഇത്തിരി പുഡിങ്ങും ബിരിയാണിയും കഴിക്കാൻ കൊതിച്ചിരിക്കുന്നു. ഇനി ബട്ടർ ഇടുമോ അതിൻ്റെ മേലെ? ആ ബട്ടർ നമ്മളത് ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴാണ് ബട്ടർ ഇട്ട് കൊടുക്കുക. നമ്മളിത് കുറച്ച് നേരം മൂടി വെച്ചേക്കാണ്. അതൊന്ന് മസാല നമ്മളുടെ വെള്ളം തിളച്ച് വരുന്നുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ബിരിയാണി എസൻസ് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ തവ ഫ്രൈ കളർ ചേഞ്ച് ചെയ്ത് വരുന്നത് കണ്ടോ? കളറും ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്, നല്ല മണവും അടിക്കുന്നുണ്ട്. അതെ. ഓൾറെഡി നമ്മൾ എടുത്ത അരി നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട്. കഴുകി വെക്കാന്ന് വെച്ചാൽ നമ്മൾ ഉപ്പിട്ടാണ് കഴുകി വെച്ചേക്കുന്നത് അവസാനം. അതായത് ആ ഒരു അരിയുടെ ആ ഒരു സ്റ്റിക്കി, നമ്മൾ ചില റൈസൊക്കെ വെക്കുമ്പോൾ സ്റ്റിക്കി ആയിട്ടിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇത് നമ്മൾ ഉപ്പിട്ട് കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൈസ് തമ്മിൽ സ്റ്റിക്കി ആവാതെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ബിരിയാണി ചെയ്യാൻ പറ്റും. നന്നായിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കിനി നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഒരു അളവിൽ അരിയിട്ട അതേ അളവിൽ ഉള്ള ഒരു ബീഫിന്റെ ഡബിള്, പിന്നെ ഡബിള് വെള്ളവും, അങ്ങനെ 3 കണക്കിനുള്ള വെള്ളം. ബീഫിന്റെ ചാറും കൂടാണ്ട് 2? ഇല്ല, മൊത്തത്തിൽ 2. അതിലൊരെണ്ണം നമ്മൾ ബീഫ് സോക്ക് ചെയ്ത ആ ഒരു വാട്ടറാണ് നമ്മൾ യൂസ് ചെയ്തത്. അതും കൂടാണ്ട് ഇത്തിരി ഇതിൻ്റെ അതേ അളവിലുള്ള വെള്ളം, അത്രയും മതി. അങ്ങനെ നമ്മുടെ ബീഫ് ഏകദേശം നല്ലപോലെ ഫ്രൈ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു മാറ്റി വെച്ചൊരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ടല്ലോ. അതെ, നമ്മൾ ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ബട്ടർ ഒഴിച്ചു കൊടുക്കുകയാണ്. എത്ര സ്പൂൺ ബട്ടർ? ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്താൽ മതി. ഇനി അത് ബട്ടർ
ബട്ടറിൽ നമ്മളുടെ ഈ ഒരു തവ ദം ബിരിയാണിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയ 2 സാധനങ്ങളാണ് ബട്ടർ. കാരണം ഈ ഒരു ബട്ടറും പിന്നെ ഫൈനലി നമ്മളിടുന്ന അടുത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. നെയ്യാണോ? നെയ്യല്ല, അത് മാറ്റി വെച്ചേക്കുന്നത് കസ്തൂരി മെത്തി. കസ്തൂരി മേത്തി. വളരെ ഡിലീഷ്യസ് ആയിട്ടുള്ളൊരു ബിരിയാണിയാണിത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ നെയ്മയം കുറച്ചിട്ടിട്ടുള്ളൂ. അപ്പോൾ ഇനി പെരുന്നാളായിട്ട് ഇനി അടിച്ചു പൊളിക്കാനാണ് പോകുന്നത്. അതെ. അപ്പോൾ ഈ നോമ്പിൻ്റെ സമയത്തൊക്കെ ഈ ചൂട് നോമ്പും പിന്നെ ഒരു തുള്ളി വെള്ളവും കൂടെ കുടിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ അതെങ്ങനെ ടാക്കിൾ ചെയ്തു? അത് നമ്മൾ ആ ഒരു നൊയമ്പ് എന്ന് പറയുന്നത് ശരിക്കും മറ്റുള്ള നമ്മളൊരു ആരാധനയോട് വളരെ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. കാരണം നൊയമ്പ് എന്ന് പറയുന്നത് ആ ഒരു എടുക്കുന്ന ആ ഒരു അടിമയും അള്ളാഹുവും തമ്മിലുള്ള ഒരു ഒരു എന്താ പറയുക, ഒരു അവർ തമ്മിലുള്ള ഒരു കരാറ് പോലെയാണ്. കാരണം മറ്റുള്ള ആരാധനകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സക്കാത്ത് കൊടുക്കുക, അത് കൊടുക്കുമ്പോൾ വേറൊരാൾ കാണുന്നുണ്ട്, നമസ്കരിക്കുന്നു, കാണുന്നു. പക്ഷേ ഈ ഒരു നൊയമ്പ് എന്ന് പറയുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആരും ഇല്ലാത്ത ടൈമിൽ പോയി വെള്ളമൊക്കെ കുടിക്കാം, ആരും കാണുന്നില്ല. പക്ഷെ ആ ഒരു വ്യക്തിയും തൻ്റെ സൃഷ്ടാവും തമ്മിലുള്ളൊരു ആത്മബന്ധമാണ് ആ ഒരു നൊയമ്പിൽ. കാരണം ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഞാൻ എടുക്കുന്നത് എൻ്റെ ആ ഒരു രക്ഷിതാവിന് വേണ്ടിയാണ് എന്നുള്ള ആ ഒരു, അതാണ് ഈ നൊയമ്പ് മറ്റുള്ള ആരാധനയിൽ നിന്നും വളരെ വ്യത്യസ്തമാക്കുന്ന ആ ഒരു ഇതെന്ന് പറയുന്നത്. നല്ലൊരു മെസ്സേജ് ആയിരുന്നു അത്. ഇപ്പോൾ എങ്ങനെയാണ് ഹസ്ബൻഡിൻ്റെ പേരൊക്കെ എന്താ? ഹസ്ബൻഡിനെ പറ്റി ഒന്നും ചോദിച്ചില്ലല്ലേ നമ്മൾ? ഹസ്ബൻഡിൻ്റെ പേര് ഫൈസൽ എന്നാണ്. ഫൈസൽ. പുള്ളി നമ്മളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഷോപ്പാണ്. ഇപ്പം നമ്മളുടെ ആ ഒരു ബീഫ് നല്ല കളറ് ക്രിസ്പി ആയിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് പറയാൻ പോകുന്നത്, കസ്തൂരി മേത്തി. ഇത് ശരിക്കും ആ ബട്ടറായിട്ട് നന്നായിട്ട് യോജിച്ച് വരുമ്പോൾ വേറൊരു സ്മെല്ലായിരിക്കും വരുന്നത്. നമ്മളുടെ റൈസ് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ദമ്മ് ചെയ്യണം. ദമ്മ് എങ്ങനെയാ ചെയ്യാ? ദമ്മ് നമ്മൾ ഒരുപാട് വലിയ എന്താ പറയുക, വലിയ ഒരു ടാസ്ക് ഒന്നുമില്ല, സിമ്പിൾ, എല്ലാം സിമ്പിളാണ് നമ്മൾ. അതായത് മൈദ ഒട്ടിക്കലും ഇതൊന്നുമില്ല. ജസ്റ്റ് ഒരു വൈറ്റ് കോട്ടൺ വെച്ച് അടയ്ക്കുക. നമ്മൾ ഈ ഒരു മസാലേനെ ഇതിൻ്റെ ഉള്ളിലേക്ക് മിക്സ് ചെയ്യുക. ദെൻ വൈറ്റ് കോട്ടൺ ഇടുക, അതിൻ്റെ മൂടിയിടുക, ഒരു എന്തെങ്കിലും ഒരു വെയിറ്റ് മുകളിൽ കയറ്റി വെക്കുക. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് തുറക്കാം. അപ്പോൾ നമ്മളുടെ സിമ്പിൾ ആൻഡ് ഹംബിൾ. അപ്പോൾ നമ്മളുടെ ചുറ്റുമുള്ളതൊന്നും കാണില്ല എന്ന് പറയുന്നത് പോലെ ആ ഒരു ഇതായിരിക്കുള്ളൂ നമ്മുടെ ബിരിയാണിക്ക്. അടിപൊളി. ഇനി നമുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചൊരു മസാല ഉണ്ടായി. അതാ ഞാൻ ഇത്രയും നേരം ആലോചിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനത്തെ ഒരു സാധനം നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായി, പിന്നെ അതിൻ്റെ ഒരു വിവരവും കേട്ടില്ല. നമുക്ക് ആ ഒരു മസാലയിലേക്ക് നമ്മൾ ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന തവ, അത് ബീഫ് എടുത്തിടും. അപ്പോൾ ഈ മസാലയും കൂടെ നമ്മൾ ഇതിന് മിക്സ് ചെയ്യുക നല്ലപോലെ. മിക്സ് ചെയ്യും. അപ്പോൾ ഇതിനി എപ്പോഴാണ് ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുക? ഇതിപ്പോൾ നമ്മൾ ഏകദേശം റൈസ് ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഫ്ലേവറിൽ കൂടി കിടന്നു കഴിഞ്ഞ് റൈസ് ഓക്കെ ആയി കഴിഞ്ഞ് നമ്മളുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമ്മളിതിൻ്റെ ഫൈനൽ ടച്ചപ്പിലേക്ക് പോവുകയാണ്. നമ്മൾ ഫൈനൽ ടച്ചപ്പിലേക്ക് പോവുകയാണ്. അതെ. പിന്നെ ഇതിന് മുന്നേ നമ്മൾ വേറൊരു സാധനം ഫ്രിഡ്ജ് കയറ്റി വെച്ചിട്ടുണ്ട്, ഒരു പുഡിങ്, ഒരു മിൽക്കി ക്രീമി പുഡിങ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടാം. ഓക്കെ. അത്യാവശ്യം നല്ല സ്പൈസിയും കൂടെ ആയിരിക്കും അല്ലേ? അതെ. നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം.
ഇതിലേക്ക് കുറച്ച് മല്ലിയില മുകളിലിട്ട് കൊടുക്കുക. ഓക്കെ. നമ്മൾ നേരത്തെ ആ ഒരു ബീഫിൽ മല്ലിയില ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ നമ്മൾ റൈസിലിടാണ്. ഓക്കെ. പിന്നെ നമ്മൾ നേരത്തെ സവാളയും കുറച്ച് കിസ്മിസും കാഷ്യൂ ഒക്കെ. കാഷ്യൂ കൂടി. ഇതാണ് നമ്മളുടെ ബിരിയാണിയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ചെറുതായിട്ട് റൈസൊക്കെ മാറ്റി അതിൻ്റെ ഇടയിൽ കുറച്ച് ഫില്ലിംഗ് ആയിട്ട് കുറച്ച് ബീഫ് തവയൊക്കെ ഇട്ട് സ്റ്റഫ് ചെയ്തു. അതിൻ്റെ മേലെ ഒരു ലെയർ റൈസ് ഇട്ടിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ മല്ലിയിലയും പുതിനയിലയും പിന്നെ കുറച്ച് ഈ ഒരു നേരത്തെ സോട്ട് ചെയ്ത് വെച്ച മുന്തിരിയും കാഷ്യൂനട്ടും അങ്ങനത്തെ എല്ലാ സവാളയൊക്കെ ഇട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് ഒരു ജസ്റ്റ് 1 ടേബിൾ സ്പൂൺ നെയ്യ് മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഇനി ഞാൻ പറഞ്ഞത് നമ്മൾ ദമ്മ് ആണ് പറഞ്ഞിരുന്നത്. അതെ. ഫൈനൽ നമ്മൾ ഒരു കോട്ടൺ എടുക്കുക, ഒരു നല്ല വൈറ്റ് കോട്ടൺ എടുക്കുക, പിന്നെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ സിമ്മിൽ ഇട്ടിട്ടാണ് ഇത് ചെയ്യണത്. കാരണം മൈദയൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പാത്രം വേസ്റ്റ് ആവും. വേസ്റ്റ് അല്ല, കുറേ ടൈം എടുക്കും. ഇതാകുമ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ അതിൽ തന്നെ നിന്നോളൂ, പുറത്തേക്ക് പോകില്ല. നമുക്ക് ഇതിൻ്റെ മൂടി എടുത്തിട്ട് വെറുതെ അടച്ചു വെക്കാം. ഇതിൻ്റെ മുകളിൽ ഒരു വെയിറ്റ് കയറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്ത ആ ഒരു മൊമെൻ്റാണ് വന്നിരിക്കുന്നത്. നമ്മൾ ദമ്മ് പൊട്ടിക്കാൻ പോവാണ്. യെസ്. നമ്മൾ ഫസ്റ്റ് വെച്ചിരുന്ന വെയിറ്റ് റിമൂവ് ചെയ്യുക. ഓക്കെ. ദെൻ നമ്മൾ മൂടി മാറ്റുക. ഇനിയാണ് ഒരു രക്ഷയില്ല. എനിക്കിത് കഴിക്കാൻ കൊതിയാവുന്നുണ്ട്. ഫസ്റ്റ് എനിക്കല്ലേ സെർവ് ചെയ്ത് തരുന്നത്? തീർച്ചയായിട്ടും. താനാണ് ഇന്ന് എൻ്റെ ഗസ്റ്റ്. അതെ, ഞാനാണ് ഇന്നത്തെ ഗസ്റ്റ്. സാധാരണ സ്ഥലത്തൊക്കെ ഞാൻ പറയുന്നത് നിങ്ങളാണ് എൻ്റെ പരീക്ഷണ വസ്തു എന്നാണ്. ഇവിടെ കറക്റ്റായിട്ട് മനസ്സറിഞ്ഞ് കഴിക്കാൻ പറ്റും. യെസ്. നല്ല മണമൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട്. നമ്മളിത് മസാലയൊക്കെ നല്ലപോലെ മിക്സ് ചെയ്യുമ്പോൾ ഓരോ സൈഡിൽ നിന്ന് മിക്സ്, അതായത് അല്ലെങ്കിൽ അരി പൊട്ടാനായിട്ട് ചാൻസ് ഉണ്ടാവും. ഓരോ സൈഡിൽ നിന്ന് വേണം എടുക്കാൻ. ഓക്കെ ഓക്കെ. നമ്മൾ യൂഷ്വലി ബിരിയാണിയൊക്കെ ഒന്നല്ലെങ്കിൽ കുഴഞ്ഞും അല്ലെങ്കിൽ ഇത്തിരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. പക്ഷെ ഇത് പെർഫെക്റ്റ് ബിരിയാണി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താ, മസാലയാണെങ്കിലും നല്ല കറക്റ്റ് കളറിലാണ്, കാണാനും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഇനി എനിക്കൊന്ന് കഴിച്ചും കൂടെ രുചിച്ചും കൂടെ അറിയാനുണ്ട്. നമ്മുടെ ആദ്യത്തെ വെയിറ്റ് ചെയ്ത ബിരിയാണി, ബീഫ് തവ ദം ബിരിയാണി ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടടിക്കുന്നുണ്ട്. ഇത്രയും നേരം കാത്തിരുന്ന ആ നിമിഷത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മണമൊക്കെ എന്നെ ഇങ്ങനെ കൊല്ലുന്നുണ്ട്. കഴിക്കട്ടെ? കഴിക്കല്ലേ? ഒരു രക്ഷയില്ല. ഇതെനിക്ക് കഴിക്കുമ്പോൾ ഒരു കാര്യം മാത്രമേ എനിക്ക് ഓർമ്മ വരുന്നുള്ളൂ. പോരുന്നു എൻ്റെ കൂടെ? സോറി, ഇപ്പോൾ ടൈമില്ല. ഒരു രക്ഷയില്ല. നല്ല ചൂടോടെ ആ കറക്റ്റ് നെയ്യിൻ്റെ ആ ഒരു ടേസ്റ്റും കിട്ടുന്നുണ്ട്. സ്പൈസി ആണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല സ്പൈസിയാണ്. നമ്മുടെ തവ ബീഫ് തവയാണ്. നല്ല ചൂടൊക്കെ പോകുന്നുണ്ട്. കറക്റ്റായിട്ട് ആ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. എനിക്കതാണ് ഏറ്റവും ആ മസാല ടേസ്റ്റ്. യൂഷ്വലി എനിക്കിങ്ങനെ ഇത്ര സ്പൈസി ആയിട്ടുള്ള ബിരിയാണി എനിക്ക് അത്ര നോൺ സ്പൈസിനോട് ഇഷ്ടം. പക്ഷെ ഇത് സ്പൈസി ആണെന്ന് വെച്ചാൽ നമ്മുടെ ടേസ്റ്റ് ബഡ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു സ്പൈസിയാണ്.
നമുക്കിത് ഒരുപാട് മട്ടിപ്പ് തോന്നൂല, കാരണം നമ്മൾ ഡാൽഡ അങ്ങനത്തെ സാധനങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ നെയ്യ്, വെളിച്ചെണ്ണ, അതുപോലെ ബട്ടർ, ഇത്രയും സാധനങ്ങൾ മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ സ്റ്റെപ്പിലേക്ക് എത്തിക്കുകയാണ്. നല്ല വയറ് നിറഞ്ഞ് നല്ല അടിപൊളി ബിരിയാണി കഴിച്ച വയറ് നിറഞ്ഞ് ഇനി കുറച്ച് മധുരം കഴിക്കാമെന്നുള്ള പ്ലാൻ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച മിൽക്കി ക്രീമി പുഡിംഗ് ആണ് എൻ്റെ മുന്നിലുള്ളത്. അപ്പോൾ എനിക്ക് തരാമല്ലോ. അതെ, അപ്പോൾ അത് തരുന്നതിന് മുമ്പായിട്ട് ഇതെന്താ, എനിക്ക് ഗിഫ്റ്റാണോ? അതെ, തുറന്നവിടെ. ആഹാ, പുഡിംഗ് കഴിക്കുമ്പോൾ ഒരു ആയുധമായിട്ട് ആദ്യത്തേക്കുള്ള ഒരു ആയുധമാണ്. താങ്ക് യു. ഇതിൽ ഞാൻ ഏത് ആയുധമാണ് എടുക്കേണ്ടത്? വലുത് തന്നെ എടുക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു. നല്ല ക്രീമി മിൽക്കി ക്രീമി പുഡിംഗ് ആണ്. ഓ, നല്ല ക്രീമിയാണ്, കണ്ടാൽ തന്നെ നല്ല ക്രീമാണിത്. കുറച്ച് കഴിച്ചോ അല്ലേ? ഇത് ഞാൻ കൊണ്ടുപോവാ. രക്ഷയില്ല, ഭയങ്കര ടേസ്റ്റ്. ആ സേമിയൊക്കെ കടിക്കുമ്പോഴുള്ള മിൽക്ക് മെയ്ഡൊക്കെ ഒഴുകി കിടക്കണ പോലെയുണ്ട്. ഭയങ്കര ഞാനിവിടെ നിന്ന് എന്തൊക്കെ കൊണ്ടുപോകുന്ന അറിയില്ല. ഏറ്റവും കൂടുതൽ ഇത്തേനായിരിക്കും കൊണ്ടുപോകണം മിക്കവാറും ഞാൻ. അപ്പോൾ ഇനി പെരുന്നാളും ഇതുപോലെ തന്നെ മധുരമാവട്ടെ, അടിപൊളിയാവട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇന്ന് കുറച്ച് നല്ല സെറ്റായിട്ടുള്ള ബീഫ് തവ ബിരിയാണി ഉണ്ടാക്കി തന്നതിനും നല്ല മിൽക്കി ക്രീമി പുഡിംഗ് ഉണ്ടാക്കി തന്നതിനും താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ എല്ലാവരും ഇത്തവണ പെരുന്നാൾ ബീഫ് തവ ദം ബിരിയാണിയോടുകൂടി എല്ലാവരും ആഘോഷിക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ മിൽക്കി ക്രീമി ആയിട്ടുള്ള പുഡിങ്ങും എന്തായാലും ട്രൈ ചെയ്യണം. ബിക്കോസ് ഡെഫിനറ്റ് ആയിട്ടും ഇഷ്ടപ്പെടും. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൂട്ടാണിത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് മേക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള 2 ഡിഷാണ് ഇന്ന് ഞങ്ങൾ കാണിച്ചിരിക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഈദ് മുബാറക്.